بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു അബി ദുനിയ റഹിമഹുള്ളയുടെ അൽ ഇഖ്ലാസ് വന്നിയ്യ എന്ന കിതാബിൽ ഹദീസുകളും സലഫുകളുടെ അസറുകളുമെല്ലാം ഈ വിഷയത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില അസറുകൾ കഴിഞ്ഞൊരു ദർസിൽ നമ്മൾ വായിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. الأرض أثر حدثني سريج بن يونس حدثنا الوليد بن مسلم حدثني سريج بن يونس قال حدثنا الوليد بن مسلم عن الأوزاعي عن بلال بن سعد قال لا تكن وليا لله في العلانية وعدوه في السريرة. بلال بن سعد رحمه الله അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ലാ തകുൻ, നീ ആകരുത് വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ, പുറത്ത് അഥവാ നിന്റെ പ്രകടമായ ആളുകൾ കാണുന്ന ആളുകൾ അറിയുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഒരു വലിയും വഅദുവഹു ഫിസ് സരീറത്തി, നിന്റെ രഹസ്യത്തിൽ പരസ്യത്തിൽ നീ അള്ളാഹുവിൻ്റെ ഒരു വലിയാവുകയും രഹസ്യത്തിൽ നീ അള്ളാഹുവിൻ്റെ ഒരു ശത്രുവുമാകുന്ന അവസ്ഥ നീ ആകരുത്. അതായത് ആളുകളുടെ മുമ്പിൽ നീ വളരെ മാന്യനായി ഏറ്റവും നല്ല സ്വഭാവമുള്ള പെരുമാറ്റമുള്ള തഖ്വയുള്ള ആളായിക്കൊണ്ട് നീ നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ആളുകൾക്ക് മുമ്പിൽ കാണിക്കുന്നു. എന്നാൽ നിന്റെ ഉള്ളിൽ നിന്റെ ഖൽബിൽ അതിൽ നീ ഒറ്റക്കാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശത്രുവാകുന്ന അഥവാ അള്ളാഹു തആല എന്താണോ വിരോധിച്ചിട്ടുള്ളത് അതെല്ലാം പ്രവർത്തിക്കുന്ന, അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാതിരിക്കുന്ന ഒരാളായി നീ മാറരുത്. ഇതെല്ലാം ഒരാളുടെ ഇഖ്ലാസിന്റെ അടയാളമാണ്. അതായത് ഒരാൾക്ക് ഏറ്റവും ഇഖ്ലാസും സിദ്ഖും ഉണ്ടാകുന്ന എപ്പോഴാണ്? അവനും അള്ളാഹുവും മാത്രമായിട്ടുള്ള ഒരു ലോകത്ത്, അത് അവന്റെ വിശ്വാസം ഖൽബിലാകട്ടെ, അവന്റെ പ്രവർത്തനം രഹസ്യമായ ഒറ്റക്കുള്ള സമയത്താവട്ടെ, അതിൽ എന്താണ് പ്രകടമാകുന്നത് എന്നുള്ളതാണ് അവൻ അള്ളാഹുമായിട്ടുള്ള ആ സിദ്ഖിന്റെ അടയാളം. അതായത് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ചിന്തകൾ, അവന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണെങ്കിലും ഈ നിലക്കാവരുത് എന്ന് പറയാം. حدثني بشر بن معاذ عن شيخ من قريش قال قال عمر بن عبد العزيز, ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, യാ മഅ്ശറൽ മുസ്തതിരീൻ, രഹസ്യമായി കൊണ്ട് മറക്കകത്തായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അഥവാ രഹസ്യമായ ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകളെ, ഉഅലമു അന്ന ലില്ലാഹി മസ്അലതൻ ഫാദിഹതൻ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങളോടും അള്ളാഹുവിന്റെ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യമുണ്ടാകും. മുൻപുള്ള അസറുകൾ നമ്മൾ പറഞ്ഞു, രഹസ്യമായി ചെയ്യുക അല്ലെങ്കിൽ ആരും കാണാതെ ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ആ അമലിൽ ഇഖ്ലാസ് ഉണ്ടായി എന്നുള്ളതിനുള്ള അടയാളമല്ല. ഇഖ്ലാസ് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യമാണ് രഹസ്യമായി അമൽ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇഖ്ലാസ് അത് അതിനേക്കാൾ അള്ളാഹുവും അടിമയും ഇടയിലുള്ള ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താണെങ്കിലും ചിലപ്പോൾ ഇഖ്ലാസിൽ വീഴ്ച വരാം, അവന്റെ ഉള്ളിൽ മറ്റു ചില കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ചേക്കാം, ലക്ഷ്യം വെച്ചേക്കാം. ആ അർത്ഥത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാണ്, രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം നിങ്ങൾക്കും ഉണ്ടാകും. എന്നിട്ട് ഖാല തആല, ഈ ആയത്ത് പാരായണം ചെയ്തു സൂറത്തുൽ ഹിജ്റിലെ, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ, തീർച്ച നിന്റെ റബ്ബ് തന്നെയാണ് അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും എന്താണ് അവർ പ്രവർത്തിച്ചത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരോടും ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇഖ്ലാസിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. وحدثني سريج قال حدثنا الوليد عن الأوزاعي قال سمعت بلال بن سعد يقول, മറ്റൊരു അസർ കൂടി ബിലാൽ ബിൻ സഅദിൽ നിന്ന് മറ്റൊരു അസർ നേരത്തെ പറഞ്ഞതിന്റെ അതേ ആശയമാണ്. അദ്ദേഹം പറയാറുണ്ട്, ലാ തകുൻ ദാ വജ്ഹൈനി വദാ ലിസാനൈൻ, നീ ദ്വിമുഖനും അതുപോലെ തന്നെ രണ്ട് മുഖമുള്ളവനും അതുപോലെ രണ്ട് നാക്കുമുള്ളവനായി നീ മാറരുത്. അഥവാ ഒരു സ്ഥലത്ത് പരസ്യമായി നിൽക്കുമ്പോൾ ഒരു മുഖവും ഒരു സംസാരവും, എന്നാൽ നീ ഒറ്റക്കാവുമ്പോൾ രഹസ്യമാകുമ്പോൾ ഒരു മുഖവും ഒരു സംസാരവും നീ ആകരുത്.
തുദ്ഹിറു ലിന്നാസി ലിയഹ്മദൂക വഖൽബുക ഫാജിറുൻ, ജനങ്ങൾക്ക് മുമ്പിൽ നീ പ്രകടമാകുന്നത് നിന്നെ സ്തുതിക്കാൻ അല്ലെങ്കിൽ നിന്നെ പ്രശംസിക്കാൻ പറ്റിയ കോലത്തിലായിരിക്കും ജനങ്ങൾക്ക് മുമ്പിൽ. എന്നാൽ നിന്റെ കൽബ് എന്തായിരിക്കും? ഏറ്റവും തെമ്മാടിത്തരം നിറഞ്ഞിട്ടുള്ള ഫാജിറായിട്ടുള്ള കൽബുമായിരിക്കും നിന്റെ ഉള്ളിലുണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അഥവാ നീ ഏത് സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് ഒരുപോലെയാകാൻ നോക്കണം. രണ്ടവസ്ഥ, രണ്ട് മുഖം, രണ്ട് സംസാരം ആ രീതിയിലാകരുത്. حدثني محمد بن عثمان العجلي قال حدثنا أبو أسامة عن الربيع قال وعظ الحسن يوما فانتحب رجل. ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹം ജനങ്ങൾക്ക് വഅദ് നടത്തി, അഥവാ ഉപദേശങ്ങൾ നൽകി, പല കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു വ്യക്തി തേങ്ങിക്കരയാൻ തുടങ്ങി, തേങ്ങിക്കരഞ്ഞ് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഫഖാൽ അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, ലയസ്അലന്നകല്ലാഹു യൗമൽ ഖിയാമ മാ അറദ്ത ബിഹാദാ. നീ ഇപ്പോൾ ഈ കരഞ്ഞ, ഈ തേങ്ങൽ, ഈ കരഞ്ഞൽ, ഈ കരയൽ, ഇതുകൊണ്ട് എന്താണ് നീ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല നാളെ നിന്നോട് ചോദിക്കുന്നതാണ്. അഥവാ ആളുകളുടെ മുമ്പിൽ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു ഉപദേശം കേട്ടപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്നവനാണ്, ഈമാനുള്ളവനാണ്, തഖ്വയുള്ളവനാണെന്ന് കാണിക്കാനാണോ, അതല്ല സത്യസന്ധമായി കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉള്ള കണ്ണീരാണോ എന്നുള്ളത് നിന്നോട് ചോദിക്കും. അതിലെ ഇഖ്ലാസ് നിന്നോട് ചോദിക്കും. حدثنا محمد بن علي بن الحسن عن إبراهيم بن الأشعث عن فضيل بن عياض قال سمعته خير العمل أخفاه أمنعه من الشيطان وأبعده من الرياء. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി എന്നുള്ള ഒരു അഥറാണ്. ഖൈറുൽ അമൽ, ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം, അഖ്ഫാഹു, ഏറ്റവും ഗോപ്യമായിട്ടുള്ളതാണ്. അഥവാ ആളുകളിൽ നിന്ന് എത്രത്തോളം ഗോപ്യമായിട്ടൊരു കർമ്മം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം അത് ഇഖ്ലാസിലേക്ക് അടുത്ത് നിൽക്കുന്നുണ്ട്. അംനഅഹു മിന ശൈത്താൻ, പിശാചിന് ഏറ്റവും തടസ്സമായിട്ടുള്ളത്, പിശാചിന് മറ്റു അതിന്റെ ഉദ്ദേശത്തെ തെറ്റിക്കാനും അതുപോലെ തന്നെ നിയ്യത്ത് തെറ്റിക്കാനും എല്ലാം ബുദ്ധിമുട്ടായിട്ടുള്ളത്. വബഅദുഹു മിന റിയാ, റിയായിൽ നിന്ന് ഏറ്റവും അകലെയായിട്ടുള്ളതും. കാരണം റിയാ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോപ്യമായി ചെയ്യുന്ന, ആളുകൾ കാണാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടുതലും ഇഖ്ലാസിലേക്ക് അടുപ്പിക്കുന്നതാണ്. പക്ഷേ അതിൽ പൂർണ്ണമാകണമെങ്കിൽ അവന്റെ ഖൽബിന്റെ ഉദ്ദേശം ഏറ്റവും പരിപൂർണമായ നിലക്ക് ആകേണ്ടതുണ്ട്. حدثنا عبد الرحمن بن صالح قال حدثنا أبو بكر بن عياش عن عاصم قال كان أبو وائل إذا خلا بكى. അബൂ വായിൽ റഹിമഹുല്ലാ അദ്ദേഹം ഒറ്റക്കാകുന്ന സമയത്ത് അദ്ദേഹം കരയാറുണ്ടായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും എല്ലാം ആ രീതിയിൽ കരയാറുണ്ട്. ആസിം റഹിമഹുല്ലാ പറയാണ്, ഫസമിഅ്തുഹു യഖൂൽ ഇദാ സജദ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് മുറിക്കകത്തോ അല്ലെങ്കിൽ അവിടെ അദ്ദേഹം സുജൂദിലായിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു, ആ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്ന് അബൂ വായിലിന് അറിയില്ല. അബൂ വായിൽ ഒറ്റക്കാണെന്ന നിലക്ക് സുജൂദിലായിക്കൊണ്ട് പറയാണ്, റബ്ബിർഹംനി, റബ്ബേ എന്നോട് നീ കാരുണ്യം ചൊരിയണമേ. റബ്ബി അഫു അന്നി, റബ്ബേ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണമേ. റബ്ബി ഇൻ തഅഫു അന്നി തഅഫു തൗലൻ മിൻ ഖിബലിക്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ വളരെ നിന്റെ ഭാഗത്ത് ഏറ്റവും നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ. വൈൻ തുഅദ്ദിബ്നി തുഅദ്ദിബ്നി ഗൈറ ളാലിമിൻ വലാ മസ്ബൂഖിൻ, നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നെ ഒരു പരിധി വിട്ടുകൊണ്ട് ഒരു അതിക്രമം ചെയ്യുന്ന രീതിയിൽ നീ എനിക്ക് ശിക്ഷ നൽകരുത് എന്നുള്ളത്, അഥവാ വിട്ടുവീഴ്ച നൽകണേ എന്നുള്ളതിനെ പറയാം. ഖാല, അപ്പോ എന്നിട്ട് ഇത് കേട്ട ആസിം പറയുകയാണ്, സുജൂദിലായിക്കൊണ്ട് അബൂ വായിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആസിം പറയാണ്, സുമ്മ യൻശിജുക അശദ്ദിൻ നശീജി തഖ്ല, ഒരു ഒട്ടകം ഉണ്ടാക്കുന്ന ഒരു തേങ്ങൽ ശബ്ദത്തിനേക്കാൾ വളരെ കടുത്ത ശബ്ദത്തിൽ ഇങ്ങനെ കരഞ്ഞ് തേങ്ങാൻ തുടങ്ങി. പിന്നെ സുജൂദിലായിക്കൊണ്ട് എന്നിട്ട് പറയാണ്, വലൗ ജുഇലത് ലഹു ദുനിയ അലാ യബ്കി വാഹിദുൻ യറാഹു ലം യഫ്അൽ, ഈ ഒരു കരച്ചിൽ ഒരാളെ കാണിക്കാൻ ദുനിയാവ് മൊത്തം നൽകാമെന്ന് പറഞ്ഞാലും അവന് ചെയ്യുമായിരുന്നില്ല. അതായത് ഒരാൾ കാണുന്നുണ്ട് എന്ന നിലക്ക് ഒരാളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ സുജൂദിലായിക്കൊണ്ട് കരയേണ്ടത്, അയാൾ കാണാൻ വേണ്ടിയിട്ട് ദുനിയാവ് മൊത്തം തരാം, നീ ഒന്ന് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും അദ്ദേഹം ചെയ്യുമായിരുന്നില്ല എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹം അത്രയും രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ സുജൂദിൽ അദ്ദേഹം ഒറ്റക്കാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആസിം റഹിമഹുല്ലാഹ് കേൾക്കാൻ ഇടയായതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് കരയാറുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, പല ഹദീസുകളിലും വന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ആ നിലയ്ക്കെല്ലാം അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളത്, ഒറ്റക്കാകുമ്പോൾ കരയുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടൊരു കാര്യമാണ്. ചില ഹദീസുകൾ വന്ന എന്താണ്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുനീരും
ആ നരകത്തിലെ തീയും ഒരുമിക്കുകയില്ല. ആ നിലയ്ക്ക് ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരിശോധിക്കണം നമുക്ക് എത്രയായി സത്യസന്ധമായി കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുന്നു കരയാൻ സാധിച്ചിട്ട്. حدثني عبد الرحمن بن صالح قال حدثنا عبيدة بن حميد عن منصور عن هلال بن يساف قال حدثت أن عيسى بن مريم كان يقول عيسى نبي عليه السلام الله ഒരു ഈസാ നബി അലൈഹി സ്വലാം ഹവാരിയങ്ങളും മറ്റും പറഞ്ഞിട്ടുള്ള ഒരു അസറായി കൊണ്ട് വന്നിട്ടുള്ളതാണ്. كان يقول عيسى نبي عليه السلام പറയാറുണ്ടായിരുന്നു إذا كان يوم صوم أحدكم فليدهن لحيته بدهن. നിങ്ങൾ ഒരാൾ നോമ്പ് നോൽക്കുന്ന ഒരു ദിവസമാണ് എങ്കിൽ നിങ്ങൾ ആ നോമ്പ് ദിവസത്തിൽ താടിയിൽ അവൻ എണ്ണ തേക്കട്ടെ എന്നുള്ളത്. അതായത് നോമ്പ് നോൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിയായിൽ നിന്ന് ഒരുപാട് അകന്നു നിൽക്കുന്ന നമുക്ക് രഹസ്യമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗത്താണ് നോമ്പ് എന്നുള്ളത്. ആ നോമ്പിൽ പലപ്പോഴും നമ്മൾ അറിയാതെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ പല ആളുകളും അറിയാതെ സംഭവിക്കുന്നത് അവന്റെ ക്ഷീണവും അവന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാൻ നോമ്പുകാരനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു തോന്നൽ, ഒരു പ്രേരണ പലപ്പോഴും ആളുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോ അത് മാറ്റിവെക്കാൻ ആ നോമ്പുകാരനാണ്, നല്ല ഉന്മേഷവാനാണ് എന്ന നിലക്ക് ഒരു തോന്നിക്കാൻ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന നിലക്ക് നിങ്ങൾ താടിയിൽ എണ്ണയെല്ലാം തേച്ച് അഥവാ ഒരു നനവുള്ള അവസ്ഥയിലായിക്കൊണ്ട് നിങ്ങൾ നിൽക്കണം. അതുപോലെ തന്നെ അവന്റെ ചുണ്ടുകൾ വരണ്ട് കിടക്കുന്ന ചുണ്ടുകൾ അതെപ്പോഴും തുടച്ച്, വെള്ളം കൊണ്ട് തുടച്ച് നനഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ, നീ നോമ്പുകാരനല്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നീ ആകാൻ ശ്രമിക്കുക. നിന്റെ വലതു കരം കൊണ്ട് എന്തെങ്കിലും നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നൽകുകയാണ് എങ്കിൽ ഇടത് കരം അറിയാതെ നൽകട്ടെ. അഥവാ താൻ കൊടുക്കുന്നത് അത്രയും രഹസ്യമായി കൊണ്ട് നൽകാൻ ശ്രമിക്കട്ടെ. അവൻ നിസ്കരിക്കുകയാണ്, വീട്ടിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ മറ അവൻ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ആളുകൾ കാണാതെ നിസ്കരിക്കാൻ, ആളുകൾ അറിയാതെ അത് ചെയ്യാൻ അവൻ ശ്രമിക്കട്ടെ എന്നുള്ളത് പറയാം. അല്ലാഹു തആല സനാഇനെ, ഒരാളെ കുറിച്ചുണ്ടാകുന്ന പുകഴ്ത്തൽ, നല്ല വാക്ക് എന്നുള്ളത് റിസ്ക് വീതിച്ചതുപോലെ വീതിച്ചിട്ടുള്ള കാര്യമാണ് എന്ന്. അഥവാ അള്ളാഹു തആല റിസ്ക് എങ്ങനെയാണ്, ഓരോരുത്തർക്കും അള്ളാഹു വീതിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹു അങ്ങനെ വീതിച്ചിട്ടുള്ളതാണ്. ചില ആൾക്ക് കൂടുതലുണ്ടാവും, ചില ആൾക്ക് കുറവുണ്ടാവും. അതുപോലെ തന്നെ സ്വഭാവം റിസ്ക് പോലെ വീതിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണെന്ന് ഹദീസിൽ കാണാം. ചില ആൾക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും, ചില ആൾക്ക് സ്വഭാവത്തിൽ ചില കുറവുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരാളെ ആളുകൾ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ ഒരാളെ പറ്റി നല്ലത് പറയുന്നു എന്നുള്ളത് ഏതുപോലെ വീതിച്ചിട്ടുള്ളതാണ്, റിസ്ക് വീതിക്കുന്ന പോലെ വീതിച്ചിട്ടുള്ളതാണ്. അഥവാ നമ്മൾ ചെയ്തൊരു കർമ്മം ആളുകൾ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകളിൽ നിന്ന് പുകഴ്ത്തൽ പ്രതീക്ഷിക്കാനോ അതിനൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ആ നിലക്കൊന്നും ചെയ്യേണ്ട, അള്ളാഹു തആല അത് വീതിച്ചിട്ടുള്ള കാര്യമാണ് എന്ന നിലക്ക് പറയാണ്. ഇവിടെ ഉദ്ദേശം ഏതൊരു കർമ്മമാണെങ്കിലും, ഇത് പറഞ്ഞ പോലെ നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, സുദഖയാവട്ടെ, അത് എത്രത്തോളം രഹസ്യമാക്കാൻ പറ്റുമോ അത്രത്തോളം രഹസ്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. രഹസ്യമാക്കുക എന്നുള്ള ഉദ്ദേശം ഇഖ്ലാസ് ഉണ്ടാവുക. حدثني عصمة بن الفضل قال حدثنا يحيى بن يحيى عن داود بن المغيرة قال سمعت أبا حازم يقول أبو حازم رحمه الله അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു കേട്ടതായി കൊണ്ടുള്ള ഒരു റിവായത്തിൽ, അസ്സിറു അംലകു ബിൽ അലാനിയ മിനൽ അലാനിയതി ബിസ്സിർ വൽ ഫിഅലു അംലകു ബിൽ ഖൗൽ മിനൽ ഖൗലി വൽ ഫിഅൽ. രഹസ്യം എന്നുള്ളതാണ് പരസ്യത്തിനേക്കാൾ, പരസ്യമായതിനെ അധികാരപ്പെടുത്തുന്നത് രഹസ്യമാണ്, പരസ്യമായതിനെ അധികാരപ്പെടുത്തുന്നത് രഹസ്യമാണ്, അല്ലാതെ അതിനെതിരല്ല. അതുപോലെ തന്നെ വാക്കിനെ അധികാരപ്പെടുത്തുന്നത്, അതിന്റെ പ്രവർത്തനമാണ് വാക്കിനെ അധികാരപ്പെടുത്തുന്നത്, അല്ലാതെ എതിരായിട്ടുള്ളതല്ല. ഒരു ഉദ്ദേശം ഇതിന്റെ മനസ്സിലാവും. അതായത് പരസ്യത്തിൽ എങ്ങനെയായി, ആളുകളുടെ മുമ്പിൽ എന്തായി എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഉത്തമമായിട്ടുള്ളതും ഗുണകരമായിട്ടുള്ളതും, രഹസ്യത്തിൽ എന്തായി എന്നുള്ളതാണ്. രഹസ്യം എത്രത്തോളം നന്നാവുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു തആല ഒരാളുടെ പരസ്യം നന്നാക്കും. അതുപോലെ തന്നെ വാക്കിലല്ല കാര്യം, പ്രവർത്തനത്തിലാണ്. വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതിലല്ല, പ്രവർത്തനത്തിലാണ് അതിന്റെ കാര്യം. അപ്പോൾ രഹസ്യവും പ്രവർത്തനവുമാണ്, പരസ്യവും വാക്കല്ല കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ സംസാരിക്കാൻ, വാക്ക് പറയാൻ എല്ലാവർക്കും സാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനെ പറ്റി കുറെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രീതിയിൽ പറയാൻ
ആർക്കും സാധിക്കും. നരകത്തെ പേടിക്കുന്ന രീതിയിൽ വാക്കുകൾ പറയാൻ ആർക്കും സാധിക്കും. സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പറയാൻ സാധിക്കും. അതുപോലെ കർമ്മങ്ങൾ, ഇന്നാലിന്ന കർമ്മങ്ങളുണ്ട്, ഇന്നാലിന്ന കാര്യങ്ങളുണ്ട്, ഇന്നാലിന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ ആർക്കും സാധിക്കും. പക്ഷേ അതിനെ പരിപൂർണമാക്കുന്നത്, അതിനെ സത്യപ്പെടുത്തുന്നത്, അത് ആ വാക്കും അതുപോലെ തന്നെ ആ പരസ്യവും ഇഖ്ലാസോടു കൂടിയുള്ളതാകുന്ന എപ്പോഴാണ്? അവന്റെ രഹസ്യ ജീവിതവും അവന്റെ പ്രവർത്തനങ്ങളും ശരിയാകുമ്പോഴാണ്. حدثنا الحسن بن يحيى قال حدثنا عبد الرزاق عن معمر قال بكى رجل الى جنب الحسن. ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ കരയുകയുണ്ടായി. അള്ളാഹുവിനെ ഓർത്ത് ഖുർആൻ കേട്ടിട്ടോ നിസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ സദസ്സിലോ ഇങ്ങനെ കരയാണ്. فقال അപ്പോൾ ഹസൻ ബസരി റഹിമഹുള്ള പറഞ്ഞു قد كان احدهم يبكي الى جنب صاحبه فما يعلم به. ഒരാൾ പിന്നെ എങ്ങനെയാകട്ടെ, അല്ലെങ്കിൽ പിന്നെ സഹാബികളെ പറ്റിയിട്ടൊക്കെ പറയാണ്. ഹസൻ ബസരി സഹാബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന താബിയാണ്. അപ്പൊ അവരിൽ ഒരാളെല്ലാം എങ്ങനെയായിരുന്നു? ഒരാൾ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് കരയുകയാണ് എങ്കിൽ തൊട്ടടുത്തുള്ള ആൾ അറിയാത്ത രീതിയിലായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം അവർ മറച്ചു വെക്കാൻ, അള്ളാഹുവിനോർത്ത് കരയുക എന്നുള്ള ഇബാദത്താണ്. പക്ഷെ അത് തൊട്ടടുത്തുള്ള ആൾ പോലും അറിയാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നറിയിക്കുകയാണ്. حدثني محمد بن يحيى بن أبي حاتم قال أخبرنا يحيى بن حريث العبدي عن يوسف بن عطية عن محمد بن واسع قال لقد أدركت رجالا كان الرجل يكون رأسه ورأس امرأته على وساد واحد. അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹ് പറയാണ്, ലഖദ് അദ്റക്തു റിജാലൻ, ഞാൻ ചില ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അധികവും സഹാബികളും അതുപോലെ ഉത്തമരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള സലഫുകൾ, ഞാൻ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. യകൂനു റഅസുഹു വറഅസു ഇംറഅതിഹി, അതിൽ പലരും അവരുടെ ഇഖ്ലാസിന്റെ ഒരു ആഴത്തെ അറിയിക്കാൻ പറയുകയാണ്. അതിൽ ഒരാളുടെ തലയും അവന്റെ ഭാര്യയുടെ തലയും ഒരേ തലയിണയിലായിരിക്കും. അലാ വിസാദിൻ വാഹിദിൻ, ഒരു തലയിണയിലായിട്ടും വെച്ചിട്ടുണ്ടാവുക. അഥവാ രാത്രി കിടക്കുമ്പോൾ ഒരു തലയിണയിലായിരിക്കും രണ്ടുപേരുടെയും തല വെച്ചിട്ടുണ്ടാവുക. ഖദ് ബല്ലമാ തഹ്ത ഖദ്ദിഹി മിൻ ദുമൂഇഹി ലാ തശ്ഉറു ബിഹി ഇംറഅതുഹു, അതിൽ അവന്റെ കണ്ണീര് കാരണത്താൽ, അഥവാ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തും പരലോകത്തെ കുറിച്ച് ഓർത്തും കരഞ്ഞു വന്നിട്ടുള്ള കണ്ണീര് കാരണത്താൽ അവന്റെ ഭാഗത്ത്, അവന്റെ കവിളിന് താഴെയുള്ള തലയിണയുടെ ഭാഗം നനഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ അവന്റെ ഭാര്യ പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അള്ളാഹുവിനോർത്ത് കരയാറുള്ള ആളുകൾ ഉണ്ടായിരുന്നു. വല്ലാഹി, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അള്ളാഹുവാണ്, ലഖദ് അദ്റക്തു റിജാലൻ കാന അഹദുഹും യഖൂമു ഫിസ്സഫി ഫതസീലു ദുമൂഉഹു അലാ ഖദ്ദിഹി ലാ യശ്ഉറു അല്ലദീ ഇലാ ജംബിഹി. അദ്ദേഹം വീണ്ടും പറയാണ്, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർ ഒരു സൊഫിൽ നിന്ന് നിസ്കരിക്കുകയായിരിക്കും, അതിൽ ഒരാളുടെ കണ്ണുനീർ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ഒഴുകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ വരെ ആ കരച്ചിൽ ആ നിലക്ക് ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ഇതിന്റെ ഉദ്ദേശം അത്രയും, ഏതൊരു ഇബാദത്താണെങ്കിലും അത് അത്രയും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ജനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ അവരിന്ന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ, പേരും പ്രശസ്തി ഒന്നുമല്ല, അതൊന്നും വേണ്ട. എന്നാലും എൻ്റെ ഒരു കാര്യം, ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം, അത് ഒരാളും അറിയന്നെ വേണ്ട, അവനൊന്നും വേണ്ട, ഭൗതികമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അറിയുക തന്നെ വേണ്ട എന്ന നിലക്ക് സലഫുകൾ അവരെ അമലുകളെ കണ്ടിരുന്നു, അത്രത്തോളം കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷെ നമ്മൾക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഒരു ദിവസത്തിൽ നമുക്കും അള്ളാഹുവിനും ഇടയിൽ മാത്രമായിട്ടുള്ളത്? ഒരു ദിവസം കഴിയുമ്പോൾ എന്താണ് എനിക്കും അള്ളാഹുവിനും ഇടയിൽ മാത്രമായിക്കൊണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല, എൻ്റെ മക്കൾക്ക് അറിയില്ല, എൻ്റെ കൂട്ടുകാർക്ക് അറിയില്ല, എൻ്റെ സഹോദരന്മാർക്ക് അറിയില്ല, എൻ്റെ ജോലിക്കാർക്ക് അറിയില്ല, ആരും അറിയാതെ എന്താണ് എൻ്റെയും എൻ്റെ റബ്ബിൻ്റെയും ഇടയിലായിക്കൊണ്ട് നമുക്കുള്ളത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. حدثنا عبيد الله بن عمر الجشمي قال حدثنا جعفر عن أبي التياح قال إن كان الرجل يتعبد 20 سنة وما يعلم به جاره. ചില ആളുകൾ അവർ 20 വർഷത്തോളം ചെയ്തിരുന്ന ഇബാദത്തുകൾ, അഥവാ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഐച്ഛികമായിട്ടുള്ള ഇബാദത്തുകൾ എന്തോ ആവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, സദഖയാവട്ടെ, അല്ലെങ്കിൽ നിസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, തൊട്ട അയൽവാസി പോലും അതിനെക്കുറിച്ച് യാതൊരു അറിയാത്ത രീതിയിൽ അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? 20 വർഷത്തോളം അള്ളാഹിനെ ആരാധിച്ചിരുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സലഫുകൾ വേറെയും അസ്റുകൾ കാണാം. തൊട്ടടുത്തുള്ള അയൽവാസി അവൻ ഖുർആൻ മുഴുവൻ ചിലപ്പോൾ ഹിഫ്ളാക്കിയിട്ടുണ്ടാകും, പക്ഷെ
അടുത്തുള്ള ആൾ പോലും അറിയാത്ത രീതിയിൽ അവൻ ദീനിൽ ഫിഖ് നേടിയിട്ടുണ്ടാകും, പക്ഷെ അടുത്തുള്ള ആൾ അറിയാത്ത രീതിയിൽ അവൻ ഒരുപാട് അമലുകൾ മുന്നേറിയുന്ന പല അസ്റുകളും കാണാം. അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. حدثني خالد بن خداش قال حدثني مالك بن أنس عن الزهري عن عبيد الله بن عبد الله قال كان لا يعرف البر في عمر ولا ابن عمر حتى يقولا أو يعملا. ഉമർ റളിയല്ലാഹുവിന്റെയും ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെയും കർമ്മങ്ങളിൽ അവർ ചെയ്തിരുന്ന പുണ്യങ്ങൾ ആളുകളുടെ ഇടയിൽ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ അവർ അതിനെപ്പറ്റി പറയണം, അല്ലെങ്കിൽ അവർ ആളുകൾ കാണുന്ന രീതിയിൽ ചെയ്തതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ആവട്ടെ ഇബ്നു ഉമർ ആവട്ടെ ധാരാളം ജൂദുള്ള ധാരാളം നന്മകൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഉമർ റളിയല്ലാഹുവിനും ഇബ്നു ഉമറൊക്കെ. ധാരാളം സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് അവർ എന്തെങ്കിലും കാരണത്താൽ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടമായി ചെയ്യുകയോ ചെയ്യുമ്പോഴല്ലാതെ അറിയാറുണ്ടായിരുന്നില്ല. അഥവാ അധികവും രഹസ്യമായി വെച്ചിരുന്ന കാര്യമായിരുന്നു. حدثنا عبيد الله بن عمر قال حدثنا حماد بن زيد قال حدثنا هشام عن الحسن قال إن كان الرجل لا يتعبد 20 سنة ما يعلم به جاره. നേരത്തെ പറഞ്ഞ ഒരു ഹദീസാണ്. 20 വർഷം അയൽവാസി അറിയാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ റിവായത്ത് ഉദ്ധരിക്കുമ്പോൾ ഹമ്മാദ് ബിൻ സെയ്ദ് റഹിമഹുല്ലാഹ് അഹ്ലു സുന്നയുടെ ഇമാമാണ്, മദ്ഹബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. قال حماد അദ്ദേഹം പറയാണ് ولعل أحدكم يصلي ليلة أو بعض ليلة فيصبح وقد طال على جاره. ഈ ഒരു അഥർ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ കുറച്ചെന്തെങ്കിലും നിസ്കരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചു നേരം ചെയ്തായിരിക്കും, പക്ഷെ അത് അയൽവാസിയുടെ അടുക്കൽ കുറേ ചെയ്തിരുന്നു എന്ന നിലക്ക് അറിയിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളിൽ പലരും ചെയ്യുന്നത് എന്നുള്ളത്. അതാ മനുഷ്യന് പൊതുവെ ഉണ്ടാകുന്ന അവന്റെ തേട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവൻ ചെയ്ത പാപങ്ങൾ ആരും അറിയരുത് എന്നുള്ളതും അവൻ ചെയ്ത കർമ്മങ്ങൾ അറിയണമെന്നുള്ളതും. രഹസ്യമായി ചെയ്തിട്ടുള്ള പാപങ്ങൾ ആളുകൾ അറിയുക എന്നുള്ളത് ഒരു മനുഷ്യന് ഇഷ്ടപ്പെടൂല. അതവൻ അറിയാതിരിക്കാൻ പരമാവധി മറ സ്വീകരിക്കുകയും രഹസ്യമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ രഹസ്യമായി ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അത് ആളുകൾ അറിയണം എന്നുള്ളൊരാഗ്രഹം വളരെയധികം ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലക്ക് അത് ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ സലഫുകൾ അവർ അള്ളാഹുവിനും അവർക്കുമിടയിൽ മാത്രമായിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അവർ മറച്ചു വെക്കാറുണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു പ്രത്യേകം ഒരു മറയിൽ, അള്ളാഹും അടിമയും മാത്രമുള്ള മറയിൽ മുഅ്മിനീങ്ങളുടെ കിതാബുകൾ തുറന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. അവന്റെ അമലുകൾ ബാക്കിയുള്ള ഒരു മലക്കോ ഒന്നും അറിയില്ല, അങ്ങനെ വിചാരണ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ സമയത്ത് രഹസ്യമായിട്ട് പാപങ്ങൾ മാത്രമേ നമ്മുടെ അടുക്കലുള്ളൂ. രഹസ്യമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളും കാണാതെ വെക്കാൻ, അല്ലെങ്കിൽ അത്രത്തോളം ഇഖ്ലാസോടുകൂടി ചെയ്ത ഒരു കർമ്മവുമില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ ആളുകൾ അറിയരുത് എന്ന നിലക്ക് നമ്മൾ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ആളുകൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ ഉപരി നമ്മുടെ രഹസ്യത്തിലെ സൽക്കർമ്മങ്ങൾ ആളുകൾ അറിയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. حدثنا خالد بن خداش وعبيد الله بن عمر قال حدثنا حماد بن زيد عن يونس بن عبيد عن الحسن قال إن كان الرجل لا يجتمع إليه القوم ويجتمعون يتذاكرون. ഹസൻ ബസ്രി റഹിമഹുള്ള പറയാണ്, സ്വഹാബികളെ പറ്റിയിട്ടും അതുപോലെ ആളുകളെ പറ്റി പറയാണ്, അവർ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും പരലോകത്തിനെ കുറിച്ച് ഓർക്കാനും ഒക്കെ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ ഉണ്ടാവാറുണ്ട് പരസ്പരം ഓർമ്മപ്പെടുത്താൻ. അതിനതിൽ ഒരാളുണ്ടാകും, അങ്ങനെ ഒരു വ്യക്തിക്ക് കേട്ട് ആലോചിച്ച് അവന്റെ കണ്ണീര് വരും, കരയണം തോന്നും, പക്ഷെ അവനത് പിടിച്ചു വെക്കും. പിന്നെ വീണ്ടും അവന് കരയണം എന്നുള്ള ആ ഓർമ്മപ്പെടുത്തലുകളിൽ ആ സംസാരത്തിൽ ഉണ്ടാവും, പക്ഷെ അവനത് പിടിച്ചു വെക്കാൻ നോക്കും. വീണ്ടും കരയാൻ തോന്നും, പിടിച്ചു വെക്കാൻ നോക്കും. അവന് പിടിച്ചു വെക്കാൻ സാധിക്കൂല, ഞാൻ എന്തായാലും ഈ സദസ്സിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു പോകും, അള്ളാഹുവിനെ ഓർത്ത് ഞാൻ അത്രയും കരഞ്ഞു പോകുമെന്ന് തോന്നുന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേഗം പോകാറുണ്ടായിരുന്നു, വേഗം വേറെങ്ങടെയും പോയിട്ട് മാറി നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും അത് ആളുകൾ അറിയരുത് എന്നുള്ള ഉദ്ദേശത്തിൽ. حدثنا خالد بن خداش قال حدثنا حماد بن زيد قال بكى أيوب مرة فأخذنا بقه. ഒരിക്കൽ
അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു സദസ്സിൽ ഒരു ദർസിന്റെ ഇടയിൽ വെച്ചിട്ട് വേറെ റിവായത്തിൽ കാണാം, ഒരു ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കരയാൻ തുടങ്ങി. കരയാൻ പിന്നെ കരച്ചിൽ വരുന്നുണ്ട്, കരയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആ കരച്ചിലെല്ലാം മറച്ചു വെക്കുന്നുണ്ട്. ഫഖാല, പക്ഷെ അദ്ദേഹം കരഞ്ഞു പോകുന്ന അവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദിഹി സഖ്മത റുബ്ബമാ അറദത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ തേങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഈ ജലദോഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അഥവാ ആ ശബ്ദവും ഇതൊക്കെ കരയുന്നതല്ല, ജലദോഷമാണ് എന്ന നിലക്ക് ഇതാക്കാൻ ഈ ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആ ഒരു തേങ്ങൽ, ആ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. وبكى مرة أخرى فاستبنى بكاه فقال إن الشيخ إذا كبر مجّا. മറ്റൊരിക്കൽ ഇതുപോലെ അദ്ദേഹം കരച്ചിൽ വന്ന് അത് പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ച് ആളുകൾ കാണാതിരിക്കാൻ നോക്കിയിട്ട് പിന്നെ അദ്ദേഹം കരഞ്ഞുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഷെയ്ഖ ഇദാ കബിറ മജ്ജ. പ്രായമായ ആളുകൾ, വൃദ്ധന്മാരായ ആളുകൾ, ആളുകൾ വയസ്സായി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടാവുകയാണ്, അഥവാ കണ്ണ് നിറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ആ നിലക്കൊക്കെ ഉണ്ടാവുകയാണ് എന്ന നിലക്ക് പറഞ്ഞിരുന്നു. അഥവാ അത് ആളുകൾ അറിയണ്ട എന്ന നിലക്ക് അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു. حدثني يعقوب بن إسماعيل قال حدثنا حبان بن موسى قال حدثنا عبد الله بن المبارك قال أخبرني رجل عن أبي السليل. أبي السليل رحمه الله يقرأ ويكتريك أنه كان يحدث أو يقرأ فيأتيه البكاء فيسرفه إلى الضحك. അദ്ദേഹം എന്തെങ്കിലും ആളുകളോട് ഹദീസ് ഉദ്ധരിക്കുമ്പോഴോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ ആളുകൾ കാണുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങാനും അദ്ദേഹത്തിന് കരച്ചിൽ വരികയാണ് എങ്കിൽ അദ്ദേഹം അത് ചിരിയായി മാറ്റുമായിരുന്നു. അഥവാ അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു ആ സമയത്ത്, ആളുകൾ അത് കാണരുത്, അറിയരുത് എന്നുള്ളതുകൊണ്ട്. حدثني يعقوب قال أخبرنا حبان قال أخبرنا عبد الله قال أخبرنا المعتمر عن كهمس بن الحسن عن بعض أصحابه أن رجلا تنفس عند عمر كأنه يتهازن فلكزه عمر أو قال لكمه. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ അടുക്കൽ വെച്ചിട്ട് ഒരാൾ ദുഃഖം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാണിക്കാൻ വേണ്ടി എന്ന നിലക്ക് തേങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് അടിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ നിലക്ക് അദ്ദേഹം അടിക്കുകയുണ്ടായി എന്ന് കാണാം. حدثنا محمد بن علي بن الحسن عن إبراهيم بن الأشعث قال سمعت أبا عصام الرملي عن رجل عن الحسن أنه حدث يوما أو وعظ فتنفس في مجلسه رجل فقال الحسن. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഒരു വഅദ് നടത്തുമ്പോൾ, ഉപദേശം നടത്തുന്ന സമയത്ത് ഒരാളിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ കാന ലില്ലാഹി ഫഖദ് ശഹർത നഫ്സക്. നീ ഇപ്പോൾ ഈ തേങ്ങിയത് അല്ലെങ്കിൽ നീ നിലക്ക് ആളുകളുടെ മുമ്പിലെല്ലാം നീ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് നീ കരഞ്ഞതെങ്കിലും ഈ ആളുകളുടെ മുമ്പിൽ നീ ചെയ്തത് നിന്റെ സ്വന്തത്തെ പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെയാണ്, നിനക്ക് മാറി ചെയ്യാമായിരുന്നു. നീ അതല്ല അള്ളാഹുവിന് വേണ്ടിയല്ല, ആളുകൾ കണ്ടോട്ടെ എന്ന നിലക്ക് തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് നിനക്ക് നാശവുമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ പിന്നെ പരമാവധി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളുകളിൽ നിന്ന് മറച്ചു വെച്ച് അള്ളാഹുവിന് മുമ്പിൽ മാത്രമായി കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. حدثنا خالد بن خداش وعبيد الله بن عمر قال حدثنا حماد بن زيد عن يونس عن الحسن قال إن كان الرجل ليكون عند الزور فيصلي الصلاة الطويلة أو الكثيرة من الليل ما يعلم بها زوره. ചില ആളുകൾ അവരുടെ അടുക്കൽ അതിഥികളുണ്ട്, അവരെ സന്ദർശിക്കാൻ വന്ന അതിഥികളുണ്ട് എന്ന് വിചാരിക്കുക, അവരുടെ അടുത്ത് അതിഥികളായി താമസിക്കുന്ന ആളുകളുണ്ട് വിചാരിക്കുക. എന്നിട്ട് ആ ആതിഥേയൻ രാത്രിയിൽ സുദീർഘമായി ധാരാളമായി രാത്രി നിസ്കരിച്ചാലും ആ അതിഥികൾ അറിയാത്ത രീതിയിൽ അത് ചെയ്യുമായിരുന്നു എന്നുള്ളത്. കാരണം അതിഥികളെ ഒരു നിലക്കും അതിനെ അറിയിക്കുന്ന ഒരു അവസ്ഥയില്ലാതെ തന്നെ രഹസ്യമായി അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. حدثنا خالد وعبيد الله قال حدثنا حماد عن يونس عن الحسن قال إن كان الرجل تكون له الساعة يخلو فيها فيصلي. ഹസൻ ബസീർ റഹിമഹുല്ലാ പറയാണ്, ചില ആളുകൾ അവർ പിന്നെ നിസ്കരിക്കുന്ന ആ സമയത്ത്, അവർ വീട്ടിലുള്ള ഇബാദത്തുകളായി നിസ്കരിക്കുന്ന സമയത്ത് ഫയൂസി അഹ്ലഹു ഫയഖൂൽ, അവർ വീട്ടുകാരോട് പറയും, അഥവാ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വീട്ടുകാരോട് പറയും, ഇൻ ജാഅ അഹദുൻ യത്ലുബുനി, ആരെങ്കിലും എന്നെ തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് വരികയാണ് എങ്കിൽ ഫഖൂലു, നിങ്ങൾ പറയുക, ഹുവ ഫീ ഹാജത്തിൻ ലഹു, അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിൽ എന്തോ ഒരു പണിയിലാന്ന് പറഞ്ഞാൽ മതി. അഥവാ നിസ്കരിക്കുകയാണ് എന്ന് പറയണ്ട,
ഒരാൾ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ രാത്രി നിസ്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്തായിട്ടുള്ള നിലക്ക് നിസ്കരിക്കുമ്പോൾ അപ്പോൾ അയാൾ വീട്ടുകാരോട് പറയുകയാണ്, ആരെങ്കിലും എന്നെ വന്ന്, വീട്ടുകാരെന്തായാലും കാണുന്നുണ്ടാവും അറിയുന്നുണ്ടാവും, ആരെങ്കിലും ഈ സമയത്ത് എന്നെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, എന്തോ ഒരു പണിയിലാണ് എന്ന നിലക്ക് പറഞ്ഞാൽ മതി, നിസ്കരിക്കുകയാണെന്ന് പറയേണ്ടതില്ല എന്ന നിലക്ക് പറയാം. حدثني أحمد بن إبراهيم بن كثير قال حدثنا عبد المؤمن أبو عبد الله قال كان لحسان بن أبي سنان في حانوته ستر. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കടയിൽ, അദ്ദേഹത്തിന്റെ കച്ചവടമാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ കടയിൽ അദ്ദേഹത്തിന് ഒരു മറയുണ്ടായിരുന്നു. അതോ ആളുകൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടാവും, ഒരു മറ ഇട്ടിട്ടുള്ള, ഒരു കർട്ടൻ ഇട്ടിട്ടുള്ള ഭാഗം ഉണ്ടാവും. فكان يخرج سلة الحساب وينشر حسابه. അദ്ദേഹത്തിന്റെ പണം, അദ്ദേഹം കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം ഇട്ട് വെക്കുന്ന കൊട്ട അല്ലെങ്കിൽ അതിന്റെ എന്താണോ അത് എടുത്തിട്ട് ഈ മറക്ക് അകത്തേക്ക് പോകും. അതിങ്ങനെ ആ പണം എണ്ണാനുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ കണക്ക് വെക്കാനുള്ള അവസ്ഥയിൽ അതൊക്കെ ആ കണക്കിന്റെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് فيسعد غلاما على الباب يقول, അങ്ങനെ ആ കടയുടെ മുന്നിൽ ജോലിക്കാരനെ വെച്ചുകൊണ്ട് ആ ജോലിക്കാരനോട് പറയും, إذا رأيت رجلا قد أقبل ترى أنه يريدني فأخبرني. ആരെങ്കിലും കടയിലേക്ക് വന്ന് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്നെ കാണാനും എന്നോട് സംസാരിക്കാനുമാണ് വരുന്നത് എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നീ എന്നെ അത് അറിയിക്കണം, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്നെ അറിയിക്കണം. ثم يكون فيصلي. അങ്ങനെ അദ്ദേഹത്തിന്റെ മറക്ക അകത്ത്, കർട്ടന്റെ അകത്ത് അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങും. അവിടെ അദ്ദേഹത്തിന്റെ കണക്ക് വെക്കാനുള്ളതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും. فإذا جاء رجل أخبره الغلام. അങ്ങനെ ആരെങ്കിലും ഇദ്ദേഹത്തെ ഉദ്ദേശിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ അറിയിക്കും. فيجلس كأنه على الحساب. അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെന്ന് കണ്ടാൽ അദ്ദേഹം വരുമ്പോഴേക്കും നിസ്കാരം അവസാനിപ്പിച്ച് കണക്ക് നോക്കുന്ന രീതിയിൽ ആ കണക്കിന്റെ മുമ്പിലായിക്കൊണ്ട് നിൽക്കാറുണ്ട്. അഥവാ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ആ നിസ്കാരം അത് വേറെ ആരും അറിയണ്ട എന്ന നിലക്ക് അദ്ദേഹം അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് അത് നിർവഹിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഗരീബായിട്ടാണ് തോന്നുക, ഭയങ്കര അപരിചിതമായിട്ട് തോന്നുക. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്, അതൊക്കെ അതാണോ ഇഖ്ലാസ് എന്ന നിലക്ക് പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് സലഫുകൾ അവരുടെ ഇബാദത്തുകളെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. حدثنا أحمد بن إبراهيم قال حدثني أبو محمد يعني عبد الله بن عيسى قال أخبرني أبي قال كان حسان بن أبي سنان يحضر مسجد مالك بن دينار. ഇത് നേരത്തെ പറഞ്ഞ അതേ വ്യക്തിയാണ് ഹസ്സാൻ ഇബ്നു അബി സിനാൻ റഹിമഹുല്ലാ. അദ്ദേഹത്തെ പറ്റി മറ്റൊരു അസർ കാണാം. അദ്ദേഹം യഹ്ദുർ മസ്ജിദ മാലിക് ഇബ്നു ദിനാർ, മാലിക് ഇബ്നു ദിനാറിന്റെ മസ്ജിദിൽ ഹാജരാകാറുണ്ട്. അഥവാ മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാ അദ്ദേഹം വളരെ സാഹിദായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ദർസ് എടുക്കുന്ന സമയത്ത്, ആളുകളെ വാള് നടത്തുന്ന സമയത്ത് അദ്ദേഹം ആ സദസ്സിൽ പങ്കെടുക്കാറുണ്ട്. فإذا تكلم مالك بكى حسان حتى يسيل ما بين يديه لا يسمع له صوت. മാലിക് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മാലിക് ദിനാർ റഹിമഹുല്ല അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാകാറുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം കരയാറുണ്ട്. അഥവാ ഹസ്സാൻ ബിൻ അബീ സിനാൻ കരയാൻ തുടങ്ങും. കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീർ അദ്ദേഹത്തിന് മുൻപിൽ ഒറ്റി വീഴുന്ന അവസ്ഥയിലുണ്ടാകും. ലാ യുസ്മഉ ലഹു സൗത്തുൻ. പക്ഷെ ഒരാളും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നില്ല. അഥവാ അദ്ദേഹം കരയുന്നതിന്റെ ശബ്ദം ഒരാളും കേൾക്കില്ല. അങ്ങനെ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. وحدثنا أحمد قال حدثني أبو محمد قال حدثنا محمد بن عبد الله الزراد قال ربما اشترى حسان بن أبي سنان أهل بيت الرجل وعياله. حسان بن أبي سنان തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്യാറുള്ള ഒരു കാര്യം, അദ്ദേഹം ചിലപ്പോഴെല്ലാം അടിമകളെ വാങ്ങും. അദ്ദേഹം കച്ചവടക്കാരനാണ്, കച്ചവടമുണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു അടിമയെ വാങ്ങും. അടിമയെ കുടുംബത്തോടു കൂടി, ഒരു അടിമയുടെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് വാങ്ങും. ثم يعتقهم جميعا. എന്നിട്ട് എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്യും. അഥവാ അവരെ ഒരുമിച്ച് വാങ്ങിയിട്ട് അല്ലെങ്കിൽ അടിമകളെ വാങ്ങിയിട്ട് എല്ലാവരെയും മോചിപ്പിക്കും. ثم لا يتعرف إليهم ولا يعلمهم من هو. അയാള് വാങ്ങിയ, അതായത് അടിമകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല തങ്ങളെ വാങ്ങിയത് ആരാണ് എന്ന്, നിലക്കോ ഇത് ആരാണ് ആളെന്ന് അറിയുണ്ടാവില്ല. അങ്ങനെ അന്ന് അടിമ ഇതുണ്ടാവും, അതായത് അടിമകളെ വിൽക്കാനായിട്ട്, അതിനെന്തോ പേര് പറയാൻ എനിക്ക് ഓർമ്മയില്ല, അടിമകളെ വിൽക്കാനായിട്ടുള്ള ഓരോ ആളുകളുണ്ടാവും. ഒരാളുടെ കീഴിൽ കുറെ അടിമകൾ ഉണ്ടാകും. അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾ വിൽക്കുന്ന പോലെ അവിടെ പോയിട്ട് വേണ്ട അടിമകൾ തിരഞ്ഞെടുത്തിട്ട് ആളുകൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനത്തെ സമ്പ്രദായം ഒന്നുണ്ട്. അപ്പൊ അടിമകളെ വാങ്ങിയിട്ട് അവരൊക്കെ മോചിപ്പിക്കും, സ്വതന്ത്രരാക്കിയിട്ട്
ഹസ്സാൻ ബിൻ അബീ സിനാൻ ചെയ്യും. പക്ഷെ ഞാൻ ആരാണെന്നോ എന്താണെന്നോ അവരെ അറിയിക്കാൻ നിൽക്കാതെ തന്നെ അവരെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കും. حدثنا أحمد بن إبراهيم قال حدثني شبابة بن سوار قال أخبرني أبو الطيب موسى بن يسار قال സഹിബ്തു മുഹമ്മദ് ബിൻ വാസി മിൻ മക്കത്ത് ഇൽ ബസ്ര. സലഫുകൾപ്പെട്ട മുഹമ്മദ് ബിൻ വാസിഇനെ കുറിച്ച് അബു തയ്യിബ് മൂസ ബിൻ യസാർ പറയുകയാണ്, ഞാൻ മുഹമ്മദ് ബിൻ വാസിഇനോടൊപ്പം മക്ക മുതൽ ബസ്ര വരെ യാത്ര ചെയ്യുകയുണ്ടായി. അന്നത്തെ യാത്ര അറിയാം, ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്ര ചെയ്യുകയുണ്ടായി. فكان الليل أجمع يصلي في المحمل جالسا يومئ برأسه إيماء. രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കാനുള്ള ഒരു ഇതുണ്ടാവും, മഹ്മൽ ഉണ്ടാകും, അതിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും? രാത്രി നിസ്കരിക്കും. ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുക, ഒട്ടകപ്പുറത്താണ്. അപ്പോൾ എന്ത് ചെയ്യും? ആംഗ്യം കാണിച്ചുകൊണ്ട് റുക്കുവും സുജൂദും ഒക്കെ ആയിക്കൊണ്ട് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാറുണ്ട്. وكان يأمر الحادي أن يكون خلفه ويرفع صوته حتى لا يفتن له. ആ ഒട്ടകത്തിനെ തെളിക്കുന്ന ആള്, അതിനെ നയിക്കുന്ന ആളോട് പിന്നിൽ നിൽക്കാൻ പറയും. അഥവാ ഇദ്ദേഹത്തിന് മുന്നിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ പിന്നിൽ നിന്ന് തെളിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് ഉറക്കെ ശബ്ദമുണ്ടാക്കി തെളിച്ചോളാനും പറയും. ഉറക്കെ ശബ്ദമുണ്ടാക്കി നിസ്കരിക്കാണെന്ന് അറിയണ്ട എന്ന നിലക്ക് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളത്. قال ابن أبي الدنيا رحمه الله حدثني أبي قال أخبرنا عبد العزيز بن أبان قال حدثنا عمران بن خالد قال سمعت محمد بن واسع قال إن كان الرجل يبكي 20 سنة ومعه امرأته ما تعلم به. നേരത്തെ പറഞ്ഞ അതേ ആശയമാണ് മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്കാണ്. ചില ആളുകൾ അവർ 20 വർഷത്തോളം അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകും, പക്ഷെ തന്റെ കൂടെയുള്ള ഭാര്യ പോലും അത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. حدثنا عاصم بن عامر بن علي حدثنا أبي قال حدثنا أبي عن عبد ربه بن أبي هلال عن ميمون بن مهران قال تكلم عمر بن عبد العزيز ذات يوم وعنده رهط من إخوانه. ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം കുറച്ച് സഹോദരങ്ങൾക്ക് ഒരു ഉപദേശം നൽകുകയാണ്, അത് സംസാരിക്കുകയാണ്. فصح له منطق وموعظة حسنة. ഉമർ ബിൻ അബ്ദുൽ അസീസിന് നല്ല സംസാര വൈഭവം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ആളുകൾ ഉപദേശിക്കാനും സംസാരിക്കാനും ആളുകൾ ഓർമ്മപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു. فنظر إلى رجل من جلسائه وهو يحذف دمعته فقطع دمعته فقلت له. അദ്ദേഹം പിന്നെ തന്റെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല എന്ത് ചെയ്യുകയാണ്? തന്റെ സദസ്സിലുള്ള ഒരാളിലേക്ക് നോക്കുകയാണ്. അയാൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ സംസാരം കേട്ടിട്ട് കരയുന്നുണ്ട്, കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണുനീരെല്ലാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആ കരച്ചിലൊക്കെ നിർത്തി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഈ സംഭവം ഉദ്ധരിക്കുന്ന മൈമൂൻ ബിൻ മിഹ്റാൻ റഹിമഹുല്ലാ പറയുകയാണ്, ഫഖുൽതു ലഹു. അപ്പൊ ഒരാളിങ്ങനെ ഓർത്ത് കരയണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഇംളി ഫീ മൻതിഖിക്. നിങ്ങളുടെ ഉപദേശം തുടർന്നാലും, അങ്ങനെ ഈ നല്ല രീതിയിലുള്ള ഉപദേശം തുടർന്നാലും. ഫഇന്നി അർജു അൻ യമുന്ന അല്ലാഹു അലാ മൻ സമിഅഹു ഔ ബലഗഹു ഖാല. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ അവർക്ക് അതിന്റെ ഉപകാരം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത് ആരെങ്കിലും കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നേട്ടം ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നു എന്ന നിലക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് നേരിട്ട് പറഞ്ഞു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലൈക അന്നി, നീ ദൂരം പോ, എൻ്റെ അടുത്തേക്ക് എൻ്റെതാകാതെ നിൽക്ക്. ഫഇന്ന ഫിൽ ഖൗലി ഫിത്നതൻ, ഒരു വാക്കിൽ ഇതുപോലെയുള്ള സംസാരങ്ങളിൽ ഫിത്നയുണ്ട്. വൽ ഫിആലു ഔലാ ബിൽ മുഅ്മിനി മിനൽ ഖൗൽ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കിനേക്കാൾ അവൻ പ്രാധാന്യം കൊടുക്കേണ്ടത് അവന്റെ പ്രവർത്തനത്തിനാണ്. അഥവാ ആളുകളോട് ഇങ്ങനെ പറയുക എന്നുള്ളതിലല്ല, അവന്റെ വാക്കിനേക്കാൾ അവന് പ്രാധാന്യം കൊടുക്കേണ്ടത് അവന്റെ പ്രവർത്തനത്തിലാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഇദ്ദേഹത്തെ മൈമൂൻ ബിൻ മിഹ്റാൻ റഹിമഹുല്ലയെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവർ അത്രത്തോളം സലഫുകൾ അവരുടെ വാക്കും രഹസ്യവും പ്രവർത്തനങ്ങളും എല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. حدثنا محمد بن يزيد قال حدثنا مصعب بن المقدام قال حدثنا داود بن نصير عن الأعمش عن ابن عون عن إبراهيم قال كانوا يكرهون إذا اجتمعوا أن يظهر الرجل أحسن ما عنده. മുൻഗാമികൾ സലഫുകൾ അവർ വെറുത്തിരുന്നൊരു കാര്യമാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവന്റെ ഏറ്റവും നല്ലൊരു കാര്യം ആളുകൾ മുമ്പിൽ കാണിക്കുക എന്നുള്ളത്. അഥവാ ഞാൻ നല്ലവനാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് എന്ന നിലക്ക് അവന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അത് പ്രകടമാക്കുക എന്നുള്ളത്
അവർ വെറുത്തിരുന്ന കാര്യമായിരുന്നു എന്നുള്ളത്. حدثني أحمد بن إبراهيم قال حدثني أحمد بن عبد الله بن يونس قال حدثنا فضيل عن سدي بن يحيى أن عمر بن عبد العزيز خطب فحمد الله ثم حنقته العبرة. ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഖുത്ബ, ഒരു സംസാരം നിർവഹിക്കുകയുണ്ടായി. വളരെയധികം ചിന്താർഹമായിട്ടുള്ള ഒരു സംസാരം. ثم قال, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അസ്ലിഹു ആഖിറതകും യുസ്ലിഹില്ലാഹു ലക്കും ദുനിയാകും, നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ നന്നാക്കുക, അള്ളാഹു നിങ്ങളുടെ ദുനിയാവിനെ നന്നാക്കി തരും. അഥവാ പരലോകത്തിനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ ദുനിയാവിലെ കാര്യങ്ങൾ അള്ളാഹു നന്നാക്കി തരും. വാസ്ലിഹു സറായിറകും യുസ്ലിഹില്ലാഹു ലക്കും അലാനിയതകും, നിങ്ങൾ നിങ്ങളുടെ രഹസ്യം നന്നാക്കുക, നിങ്ങളുടെ പരസ്യം അള്ളാഹു നന്നാക്കി തരും. വല്ലാഹി ഇന്ന അബ്ദൻ ലൈസ ബൈനഹു വബൈന ആദം അബുൻ ലഹു ഇല്ലാ ഖദ് മാറ്റ്. ഒരാൾ, നിങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ആ മനുഷ്യർക്ക്, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെയും അവന്റെ ഉപ്പയായ ആദ്യ മനുഷ്യയായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഇടയിലുള്ള ഒരു കാര്യം ചിലപ്പോ അവന്റെ വാപ്പ മാത്രമായിരിക്കും. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായിട്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മളും ആദം നബി അലൈഹി ഇസ്ലാമും തമ്മിൽ ബന്ധം ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം ചിലപ്പോൾ എന്തായിരിക്കും, അവന്റെ വാപ്പ മാത്രമേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. ആ വാപ്പന്നെ എന്താവും, പെട്ടെന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവും. ലമുഅരിഖുൻ ലഹു ഫിൽ മൗത്ത്, അവൻ മരണത്തിലേക്ക് വേരൂന്നിയവനായിട്ടാണുള്ളത് എന്ന്. അതായത് നമ്മുടെ വാപ്പ മരണപ്പെട്ട്, വാപ്പാന്റെ അങ്ങനെ മരണപ്പെട്ട്, എല്ലാവരും മരണപ്പെട്ടാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ നമ്മുടെ വേരെങ്ങോട്ടാ പോകുന്നത്? മരണത്തിലേക്കാണ്. മരണത്തിലേക്ക് ഒരു വേരുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. കമാ യുഖാൽ ലമുഅരിഖുൻ ഫിൽ കറം, ഏതുപോലെ അറബികൾ പറയുന്ന ഒരു പ്രയോഗമാണ്, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന ആളുകളെ പറ്റി പറയും. അവർ അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആളുകൾ, അവർ ഇതിനോട് വേരൂന്നിയ അവസ്ഥയിലാണ്. ഐ ലഹു ഇർഖുൻ ഫി ദാലിക ലാ മഹാല, അഥവാ അതിനേറ്റ് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോ ഏതൊരാൾ നോക്കുകയാണെങ്കിലും അവന്റെ ആദം നബി അലൈഹി ഇസ്ലാമിലേക്കുള്ള കണക്ഷനായിട്ട് ചിലപ്പോൾ ആരേ ഉണ്ടാവുള്ളൂ, തൊട്ടുമേലെ വാപ്പ എത്ര ഉണ്ടാവുള്ളൂ. വാപ്പ വൈകാതെ മരണപ്പെട്ടു, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവന്റെ വേരെങ്ങോട്ടാ പോകുന്നത്? എന്തിലേക്കാ ബന്ധപ്പെട്ടുള്ളത്? മരണത്തിലേക്കാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് എപ്പോ വേണമെങ്കിലും നിങ്ങൾ മരിക്കാം, അതിലൊരു സംശയവുമില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ രഹസ്യം നന്നാക്കി അതുപോലെ പരലോകത്തേക്ക് വേണ്ടി പണിയെടുത്തിട്ട് നിങ്ങൾ ജീവിക്കുക എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്. حدثني إسحاق بن إسماعيل قال حدثني جرير عن ليث عن أبي العالية قال اجتمع إلي أصحاب محمد صلى الله عليه وسلم. أبو العالية رحمه الله അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഞങ്ങൾ ഒരുമിച്ച് കൂടായിരുന്നു. വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ആ കൂട്ടത്തിലുണ്ട്, അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഞാനുണ്ട് അവിടെ. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ അബൽ ആലിയ, യാ അബൽ ആലിയ, അദ്ദേഹത്തിനോട് പറയാണ്, لا تعمل عملا تريد به غير الله فتجعل الله ثوابك على من أردت. നീ ഒരിക്കലും അള്ളാഹു അല്ലാത്ത വേറൊരാളെ ഉദ്ദേശിച്ചുകൊണ്ട് നീ ഒരു കർമ്മം ചെയ്യരുത്. അങ്ങനെ നീ ചെയ്താൽ നിന്റെ കർമ്മത്തിനുള്ള പ്രതിഫലം അള്ളാഹു അവനിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥയിലാക്കും, അവനിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറയും. പല ഹദീസുകളുടെ ആശയമാണ്. അതായത് ഒരാൾ ഒരു അമല് വേറൊരാൾ കാണാനോ അറിയാനോ കേൾക്കാനോ വേറെ ഉദ്ദേശത്തിലാണ് ചെയ്തതെങ്കിൽ അതിന് പ്രതിഫലം അള്ളാഹ് ആരെങ്കിലേക്ക് അവനോട് പോയി ചോദിച്ചോളാൻ പറയും, അവന്റെ അടുത്തുനിന്ന് കിട്ടുക നോക്കിക്കോളാൻ പറയും. വയാ അബുൽ ആലിയ, അതുപോലെ സഹാബികൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ അബുൽ ആലിയ ലാ തത്തകിൽ അലാ ഗൈരില്ലാഹ് ഫയകിലക അല്ലാഹു ഇലാ മൻ തവക്കൽത അലൈഹി. അല്ലാഹു അല്ലാതെ മറ്റൊരാളുടെ മേലെയും, ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ഒന്നിന്റെയും മേലെ നീ ബരമേൽപ്പിക്കരുത്. നീ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, നീ ഇഅ്തിമാദ് ചെയ്യുന്ന, തവക്കുൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ നീ ചെയ്താൽ നീ എന്തിനേക്കാണോ നീ തവക്കുൽ ചെയ്തത് അതിലേക്ക് അള്ളാഹു അതിനെ ചേർത്തി വിടുന്നതാണ്. അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഒരാളെ ആശ്രയിച്ചിട്ടാണ്, അയാളെ കൊണ്ടാണ് ഞാൻ ഇത് നടക്കുന്നതെന്ന് ആൾക്കാണെങ്കിൽ അയാളെ കൊണ്ട് തന്നെ നടക്കുന്ന അവസ്ഥയിൽ അതിന്റെ പിന്നാലെ ആശ്രയിക്കേണ്ടി വരും, ഏത് കാര്യമാണെങ്കിലും. അപ്പം അങ്ങനെ നീ ചെയ്യരുത് എന്ന് അദ്ദേഹത്തിനോട് സ്വഹാബികൾ പറഞ്ഞ കാര്യം പറയുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഈ രണ്ട് വാക്കിൽ ഇയ്യാക്കന അബ്ദു ഇയ്യാക്കന നസ്തഈൻ കഴിഞ്ഞു. ഇയ്യാക്കന അബ്ദു ആണ്, നീ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ കർമ്മം ചെയ്യാൻ പാടുള്ളൂ, വേറെ ആർക്കും ചെയ്യരുത്. ഇയ്യാക നസ്തഈൻ ആണ്, നീ അള്ളാഹിന് മാത്രമേ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ, വേറെ ആളിലേക്ക് തവക്കുൽ ചെയ്യരുത്. ഇതാണ് അടിമയും അള്ളാഹുമായിട്ടുള്ള കരാർ. ഈ ഒരു അസറുകളിൽ അവസാനമായി വായിക്കുന്നത് قال حدثنا عبد الرحمن بن واقد قال حدثنا ضمرة عن رجاء بن أبي سلمة عن عبد الله بن أبي نعيم عن ابن محيريز أن عمر بن الخطاب دعي إلى وليمة. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഫലമ്മ അക്കല വഖറജ, അങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാല വജിദ്തു അന്നീ ലം അഹ്ദുർ ഹാദ തആം, ഈ ഒരു ഭക്ഷണത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്, പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ കൊതിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഖീല ലഹു, അപ്പൊ ചോദിച്ചു ലിമ യാ അമീറുൽ മുഅ്മിനീൻ, എന്താണ് അമീറുൽ മുഅ്മിനീൻ താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? ഖാല, അപ്പൊ പറഞ്ഞു ഇന്നി അദുന്നു സാഹിബക്കും ലം യഅമൽഹു ഇല്ലാ റിയാഅൻ, ഞാൻ വിചാരിക്കുന്നില്ല ഈ വലീമ നടത്തിയത് റിയാഇന് വേണ്ടി മാത്രമാണ്. ഇത് വളരെ ഒരു അപകടം പിടിച്ച കാര്യമാണ്. നമ്മൾ പലരും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിയാഇന് വേണ്ടി വലീമ നടത്തുന്ന അവസ്ഥ. അഥവാ ആളുകളുടെ ഇടയിൽ ആളുകൾ പറയണം ഈ രീതിയിൽ വലീമ നടത്തി, അല്ലെങ്കിൽ ഈ രീതിയിൽ വലിയൊരു പരിപാടി നടത്തി എന്ന നിലക്ക് നിയ്യത്ത് മാറിപ്പോയിക്കൊണ്ട് ആളുകളെ ക്ഷണിക്കാം, ആളുകൾക്ക് സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല ഭക്ഷണം നൽകാം, ഒക്കെ അനുവദനീയമാണ്. പക്ഷേ അവന്റെ നിയ്യത്ത് അത് ആളുകൾക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചൊരു കാര്യം ചെയ്യുക എന്ന നിലക്കല്ലാതെ അത് റിയായിന് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിതിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ആ ചെയ്യുന്ന വ്യക്തി അത് റിയാവോടുകൂടിയാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന നിലക്ക്, അത് എന്തെങ്കിലും അതിന്റെ ഖറായിനുകൾ ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ കിതാബിൽ നിന്നുള്ള, അഥവാ ഈ കിതാബിൽ ഇനിയും ധാരാളം അസ്റുകളുണ്ട്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത സ്വലീഹുൽ ഉസൈമി റഹിമഹുല്ലാ അദ്ദേഹം ഒരു തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച അസ്റുകളാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം ഈ ഒരു ദർസിൽ ഈ അസ്റുകളെല്ലാം വായിച്ചതിന് ശേഷം അദ്ദേഹം തുല്ലാബുകളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള ഏതൊരു ഫന്നും പഠിക്കുമ്പോൾ നമ്മൾ അഖീദ പഠിക്കുന്നു, ഫിഖ് പഠിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഉലൂമുൽ ആല ഉസൂലിയായിട്ടുള്ള ഫന്നുകൾ പഠിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങളെല്ലാം മുഴുകുമ്പോഴും ഇതുപോലെയുള്ള സലഫുകളുടെ കിതാബുകൾ, കുത്തുബുസ് സലഫ്, അവരെ അധിക ആളുകളിലും കാണാം ഫിസ്സുഹുദി വറഖായിഖ്, ഇതുപോലെയുള്ള സുഹുദിന്റെയും അതുപോലെ തന്നെ ഖൽബിന് നൈർമല്യം ഉണ്ടാക്കുന്ന ഇതുപോലെ കിതാബുകൾ, ഇമാം അഹ്മദിന്റെ കിതാബു സുഹുദ് പോലെ, ഇമാം വക്കീഇന്റെ കിതാബു സുഹുദ് പോലെ, അല്ലെങ്കിൽ ഇബ്നു അബി ദുനിയയുടെയും അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പിന്നെ ഇതുപോലെ കിതാബുകൾ, സലഫുകളുടെ ജീവിതം, അവരുടെ അസറുകൾ, ഇബ്നുൽ ജൗസിയുടെ സിഫത്തുസ് സഫ, അതുപോലുള്ള കിതാബുകളെല്ലാം ക്രോഡീകരിച്ച് കാണാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കണം, വായിക്കണം, അത് വലിയ ഉപകാരമുണ്ടാക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഈ കിതാബ് വായിച്ചതിന് ശേഷം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊന്നും ഇല്ലാതെയാണ് ഒരാൾ പോകുന്നത് എങ്കിൽ അത് അവൻ്റെ കൽബിനെ ബാധിക്കും, അവൻ്റെ കൽബിൽ ഖശിയത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഖശിയത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൽമിന് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പഠിക്കാൻ പറയുമ്പോഴും സഹാബികളുടെ സീറ പഠിക്കാൻ പറയുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനും ഹദീസും അതുപോലെയുള്ള ദീനിന്റെ വിഷയങ്ങൾ, അഖീദയും ഫിഖും ഒക്കെ പഠിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ജീവിതവുമായി ബന്ധിപ്പിക്കേണ്ടത്, അത് മനസ്സിലാക്കാനാണ് സീറകൾ പഠിക്കുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ഖുർആനും ഹദീസും ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നാൽ ഏത് നിലയ്ക്കാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അത് സഹാബികളുടെ സീറയിൽ നിന്നും സലഫുകളുടെ സീറയിൽ നിന്നും എല്ലാം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ദീന് കൊണ്ട്, ഈ ഒരു ആദർശം കൊണ്ട്, ഈ ഒരു മൻഹജ് കൊണ്ട് എല്ലാം എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ആകേണ്ടത്, നമ്മൾ ആരെയുമായിട്ടാണ് സാദൃശ്യപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സലഫുകളുടെ സീറകളും ഇതുപോലെയുള്ള അസറുകളും ഖൗലുകളും എല്ലാം വായിക്കുന്നത് വളരെയധികം നമുക്ക് ഉപകാരം ചെയ്യും. കാരണം ഖുർആനെയും ഹദീസിനെയും അവർ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം അവരിൽ വന്നത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കിതാബുകളെല്ലാം ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് തുല്ലാബുകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കിതാബുകൾ, ഇപ്പോൾ സലഫുകളുടെ അധിക സലഫുകളുടെയും കിതാബുകൾ രണ്ടുപേരുള്ള കിതാബുകൾ അധികം ഉണ്ടാവും ഒരാൾക്ക് തന്നെ. ഒന്ന് അസുന്ന, കിതാബ് സുന്ന എന്ന പേരിൽ, സുന്ന എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ അഖീദയും മൻഹജും വിശദീകരിക്കുന്ന കിതാബായിരിക്കും. രണ്ട് കിതാബ് സുഹദ്, അധിക സലഫുകളിലും കാണാം. ഒന്ന് ഇതുപോലെയുള്ള പരലോകത്തേക്ക് അടുപ്പിക്കുന്ന ഈ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കിതാബുകൾ അധിക സലഫുകൾക്കും കാണാം. കിതാബ് സുന്നയും ഉണ്ടാവും, കിതാബ് സുഹദ് ഉണ്ടാവും. ഇമാം അഹമ്മദിനെ അങ്ങനെ കാണാം, ഇമാം മുസ്നിക്ക് അങ്ങനെ കാണാം, ഇമാം വക്കീഇനെ അങ്ങനെ കാണാം. പല സലഫുകൾ പണ്ഡിതന്മാർക്കും ആ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ജീവിതം കേൾക്കുകയും അതുപോലെ ഓരോ മേഖലയിലും, ഇഖ്ലാസ് പോലെ അതുപോലെ ഓരോ മേഖലയിലും കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ ഇതിൽ വായിച്ച
ഇഖ്ലാസ്, നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും, നമ്മുടെ നിയ്യത്തെ ഏറ്റവും നന്നാക്കി അള്ളാഹുവിന് മാത്രമായി ചെയ്യാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക, അതിലെപ്പോഴും ഒരു ശ്രദ്ധ നൽകുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടു കൂടിയുള്ള, അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും പരിപൂർണതയിലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ചുള്ള, സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ, ആ രീതിയിൽ അള്ളാഹു തആല നമ്മുടെ ഇബാദത്തുകളെ മാറ്റുമാറാകട്ടെ. ആ രീതിയിൽ ഇബാദത്തുകൾ ചെയ്ത് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തുകളായി അതുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.